ഹായ് ഫ്രണ്ട്സ്, വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ചെമ്മീൻ ഫ്രൈ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ദിസ് ഇസ് ധന്യാസ് സോണി ആൻഡ് വെൽക്കം ടു അവർ ധന്യാസ് വേൾഡ്. വളരെ ഈസി ആയിട്ട് ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിലോട്ട് വേണ്ട ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1 ടേബിൾ സ്പൂൺ, 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളം മുളക് പൊടി, 1/2 ടീസ്പൂണോളം ഉപ്പ്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ചെമ്മീൻ അതിലോട്ട് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 200 ഗ്രാം ചെമ്മീനൊക്കെയാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ ചെമ്മീനെല്ലാം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 1 സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുത്ത് നല്ലപോലെ മിക്സാക്കി നമ്മളൊരു 10-15 മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കണം. കൈകൊണ്ട് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. അപ്പോൾ മസാല എല്ലാ ഭാഗത്തും ഒരുപോലെ പിടിക്കുന്നതായിരിക്കാം. മസാല എല്ലാ ഭാഗത്തും ആയതിനു ശേഷം ഒരു 15 മിനിറ്റ് നമുക്കിത് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കാം. അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നൊരു സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പ്രോസസ്സ്. അപ്പോൾ നമ്മൾ 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്നു. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനൊരു ഫ്രൈ പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ കുറച്ച് കുറവ് ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ഒരു പച്ചമുളക് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളകും കറിവേപ്പിലും ജസ്റ്റ് ഒന്ന് മൂത്ത് വന്നാൽ മതി. 1 മിനിറ്റ് മതി. മീഡിയം ലോ ഫ്ലെയിമിൽ തന്നെ ഇടുക. അതിന് ശേഷം നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മീനൊക്കെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. കുറച്ച് വലിയ ചെമ്മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു 10-12 മിനിറ്റിൻ്റെ വേവ് ഉണ്ടാവും. ചെറിയ ചെമ്മീനൊക്കെ ആണെങ്കിൽ അതിലും കുറവ് സമയം മതി. അപ്പോൾ ഒരു ഭാഗം ഇട്ട് കൊടുത്തതിന് ശേഷം എല്ലാ മീനും ഒരുപോലെ നിരത്തി ഇട്ട് കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് കഴിഞ്ഞ് ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഒരു സൈഡൊക്കെ വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ അത് മറച്ചിട്ട് കൊടുക്കുക. പിന്നെയും ഒരു 5 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. 2 സൈഡും ഒരുപോലെ നമ്മുടെ മീനിൻ്റെ വെന്ത് വന്നിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ വെളിച്ചെണ്ണയിൽ കിടന്ന് കരിഞ്ഞ് പോവാതെ മുരിച്ച് മാത്രം എടുക്കാം. അപ്പോൾ വളരെ ടേസ്റ്റായിട്ടും വളരെ ഈസി ആയിട്ടും തന്നെ നമുക്ക് ചെമ്മീൻ ഇവിടെ ഫ്രൈ ചെയ്ത് എടുക്കാവുന്നതാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൽ ചെമ്മീൻ ചോറും അതുപോലെ ചെറുള്ളിയിൽ ചെമ്മീൻ ഫ്രൈ ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അതൊക്കെ കാണാൻ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള 2 ഡിഷസാണ്. ഇപ്പോൾ ഈ വളരെ ഈസി ആയിട്ട് ചെയ്യണം ചെമ്മീൻ ഫ്രൈയും. ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓവർ കുക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് പോയിട്ട് ഒരു റബ്ബറിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റിലോട്ടാണ് വരിക. എപ്പോഴും ചെമ്മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ഈ ഒരു കാര്യം പറയാറുണ്ട്. ചെമ്മീൻ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മുകൾ ഭാഗത്ത് ഒരു കറുത്ത കളർ നൂലുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വലിച്ച് കളയണം. അല്ലെങ്കിലാണ് നമുക്ക് വയറുവേദനയോ അലർജിയോ ഒക്കെ വരാനുള്ളൊരു കാരണമാകുന്നത്. അപ്പോൾ അതൊക്കെ ക്ലീൻ ആക്കിയതിന് ശേഷം വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ചെമ്മീൻ ഫ്രൈ നിങ്ങളും തയ്യാറാക്കി നോക്കുക. നമ്മൾ ചെയ്ത ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക് യു. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ബൈ, താങ്ക് യു.